അങ്ങനെ അനാമികയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം കാണണമെന്ന് വാശി പിടിക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അനാമികയുള്ളത്. പക്ഷെ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ആ സ്ഥലം ഒന്നുകൂടെ കണ്ടേ പറ്റൂ, എനിക്കന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അനാമികയെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ അനാമികയും ദേവയാനിയും നയനയും കൂടി ആ സ്ഥലം കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ വേണുവും രേവതിയും ഉണ്ടായിരുന്നു. അവർ ആ സ്ഥലത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അതിനൊക്കെ തക്ക മറുപടിയായിട്ട് ദേവയാനിയും തിരിച്ചോരോന്ന് ചോദിക്കുന്നുണ്ട്. ദേവയാനിയുടെ മനസ്സിൽ അത് കള്ളത്തരമാണെന്നും അതിവരുടെ സ്ഥലമല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതെങ്ങനെയും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല പല ചോദ്യങ്ങളും ദേവയാനി അവരോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് അനാമികയുള്ളത്. അങ്ങനെ അനാമികയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സ്ഥലം മാത്രമല്ല ഇതല്ലാതെ വേറെയും സ്ഥലമുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അത് എവിടെയാന്ന് പോലും മോൾക്ക് അറിയില്ല എന്നിങ്ങനെ വേണു പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി വേണുവിനോട് പറയുന്നുണ്ട്, ആഹാ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങളെ അതൊക്കെ ഒന്ന് കാണിച്ചു തരണം. ഞങ്ങൾക്ക് ഇന്ന് അതൊക്കെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. വേണുവിനാണെങ്കിൽ ദേവയാനിയോട് ഇല്ല, കാണിച്ചു തരാൻ പറ്റില്ല എന്നൊന്നും പറയാനും പറ്റുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വേണു. അപ്പം അനാമിക പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴേലും കാണാൻ വല്യമ്മേ, ഇപ്പം നമുക്ക് ഇതും കണ്ടിട്ട് പോകാം. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇത്ര തിരക്ക്? ഇവിടെ നിന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരേലും ഇങ്ങോട്ട് വന്ന് നമ്മളിവിടെ നിൽക്കുന്ന കണ്ട വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഏയ് എന്ത് പ്രശ്നം വല്യമ്മേ, നമ്മുടെ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നതിന് ആര് കണ്ടാൽ എന്ത് പ്രശ്നമാണുള്ളേ? അപ്പോൾ ഈ സമയത്ത് തന്നെ ദേവയാനിക്ക് എല്ലാ സത്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സംശയത്തോടു കൂടി ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടേതല്ലായ സ്ഥലത്ത് എങ്ങനെ നിങ്ങളിങ്ങനെ മനസ്സമാധാനത്തോടു കൂടി നിൽക്കുന്നു? ഇത് നിങ്ങളുടേതല്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരിക്കലും അത് പറയില്ല എന്നുള്ള തീരുമാനത്തിലാണല്ലോ നിങ്ങൾ. ഇത് വല്ലാത്തൊരു കഴിവ് തന്നെ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് വേണുവും അനാമികയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങോട്ട് വന്നത്? ഇവളെയും കൂടെ നിങ്ങളെ വിളിച്ചു വരുത്തിയതാണോ? എനിക്കിവളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നന്ദു പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ കാഴ്ച നിൽക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങളെന്താ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരാ നിൽക്കേണ്ടത്? അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ഥലമോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഈ സ്ഥലം നിങ്ങളുടേത് തന്നെയാണോ? അങ്ങനെയെങ്കിൽ ആ കാറിനകത്തിരിക്കുന്ന വ്യക്തി ആരാണ്? അയാളുടെ പേരിലുള്ള സ്ഥലമാണല്ലോ ഇത്. ഈ പ്രോപ്പർട്ടി ആണല്ലോ അയാൾ പറയുന്നത്. നിങ്ങളെന്താ കള്ളം പറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഏതാള്, ഏത് പ്രോപ്പർട്ടി? ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എൻ്റെ സ്ഥലമാണ്. എൻ്റെ മകൾക്ക് വേണ്ടി കണ്ണായ സ്ഥലം നോക്കി കാശ് എണ്ണിക്കൊടുത്ത് ഞാൻ വാങ്ങിയ സ്ഥലമാണിത്. നിർത്തടോ. ഇതിൻ്റെ യഥാർത്ഥ ഉടമയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അന്നേ നിങ്ങളിത് ഒരു അഹങ്കാരമായിട്ട് പറഞ്ഞ് എൻ്റെ ചേച്ചിയൊക്കെ തരം താഴ്ത്തി പറഞ്ഞ് എൻ്റെ അച്ഛനൊന്നും ഒരു സാധനം കൊടുക്കത്തില്ലാത്തവരാന്നൊക്കെ പറഞ്ഞില്ലേ? അന്നേ എനിക്കിതിൽ സംശയമുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വിളിച്ചിട്ട് വല്യമ്മയും ആ ചേച്ചി ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞ് നന്ദു അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്ന അയാൾ പറയുന്നുണ്ട്, അല്ല വേണു, ഇതിനു മുമ്പും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, നീ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ഇനി എൻ്റെ സ്ഥലത്തുനിന്ന് മര്യാദയ്ക്ക് പൊക്കോണം, ഇനി മേലെ ഇതിനകത്ത് കയറിപ്പോകരുത് എന്നൊക്കെ നിന്നോട് ഞാനന്ന് പറഞ്ഞതല്ലേ. പിന്നെന്തിനാണ് നീ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്? നീ ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണല്ലേ. എല്ലാ കാര്യങ്ങളും നന്ദു എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് വേണു വിഷയം മാറ്റാനായിട്ട്, ആഹാ സാറെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആഹാ ഞാനെന്താ ഇവിടെയെന്നോ? എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്നാണോ ചോദിക്കുന്നത്? ഇത് എൻ്റെ സ്ഥലമാണെന്ന് നിനക്കറിയില്ലേ? നീ ഇവരെ പറഞ്ഞു പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നതാണെന്നൊക്കെ ഈ നന്ദു സാർ എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ആകെ നാണം കേട്ട് നിൽക്കുകയാണ് വേണും അനാമികയും. ഈ സമയത്ത് ദേവയാനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്?
നീ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞാണ് നീ അവിടെയുള്ളവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരോടും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് എല്ലാവരെയും നീ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നാടകം കളിക്കുമായിരുന്നല്ലേ ഇത്രയും നാളും. എന്തായാലും നിന്റെ അമ്മായിമ്മ നിന്നെ സ്നേഹിച്ചും വിശ്വസിച്ചും നിൽക്കുകയാണ്. ആ പാവത്തിനെയും നീ ചതിക്കുമായിരുന്നല്ലേ. എന്നെയും അനിയെയും ഒക്കെ പോട്ടെ, ഏത് കാര്യത്തിനും നിന്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആ അമ്മായിയമ്മ, അവളെയും നീ ചതിച്ചല്ലോ എന്നൊക്കെ ദേവയാനി സംസാരിക്കുന്ന സമയത്ത് അനാമികയും ദേവയാനിയോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങളെ വല്യമ്മ എന്ന് വിളിച്ച് ഞാൻ പുറകെ നടന്ന നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ്. ഇനി അതൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്ക്. പിന്നെ എൻ്റെ അമ്മായിമ്മ, ഇനി അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരും അത് വിശ്വസിക്കില്ല. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നെ തിരുത്താൻ വരണ്ട, നിങ്ങൾക്കതിനാവില്ല എന്നൊക്കെ ദേവയാനിയോട് അനാമിക പറയുന്നുണ്ട്. ഇത് കേട്ട് നന്ദു പറയുന്നുണ്ട്, നീ ആരോടായി സംസാരിക്കുന്നതെന്നറിയാവോ? നീ നല്ല രീതിക്കല്ല എങ്കിൽ നിന്റെ പുറലോകം കാണുകയില്ല. അതിനുള്ള പണി ഞാൻ ചെയ്യും. അതുകൊണ്ട് നിന്റെ വിരട്ടലൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി. മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കിയും ജീവിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. അല്ലെങ്കിൽ നീ പിന്നെ പുറലോകം കാണില്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണെന്ന് നീ കരുതണ്ട. അതുപോലെ നിന്നെ എപ്പോഴും ഇതേപോലെ വെറുതെ വിടുമെന്ന് നീ ചിന്തിക്കണ്ട. ഒരു ദിവസം നിന്നെ ഞാൻ പൂട്ടുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി തെളിയിക്കാനുണ്ട്. അതൂടെ കഴിഞ്ഞാൽ നിനക്കിട്ട് ഞാൻ മുട്ടം പണി തന്നെ തരും. എന്നിട്ടേ നിന്നെ ഞാൻ പൂട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്.